നമസ്കാരം, ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂരാണ്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സുഖം, സന്തോഷം, സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതം പഞ്ചാരക്കുന്നിലെ തേൻമഴ പോലെ മധുരമുള്ളതാവട്ടെ എന്ന് പ്രത്യേകം ആശിക്കുകയാണ്. പഞ്ചാരക്കുന്നിൽ തേൻമഴ പെയ്താൽ എങ്ങനെ ഇരിക്കും? നന്നായി വന്നിരിക്കും അല്ലേ? അതുപോലെ ആയിരിക്കണം ജീവിതം. പഞ്ചാരക്കുന്നിൽ തേൻമഴ പെയ്ത പോലെ ആവണം. സന്തോഷം, സമാധാനം, സംതൃപ്തി ഒക്കെ എപ്പോഴും ഉണ്ടാവണം. പ്രസംഗ പരിശീലന വാട്സപ്പ് ഗ്രൂപ്പ് ബാച്ച് 13 ഫെബ്രുവരി 1 ആരംഭിക്കണം. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സംസാര വൈഭവം പ്രധാനമാണ്. ജീവിതത്തിൽ സന്തോഷം വേണം, സമാധാനം വേണം, മധുരം വേണം. ജീവിതത്തിന് പായസം ഉണ്ടാക്കി, അതിൽ അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, പാലുണ്ട്, എല്ലാം നമ്മൾ ചേർത്ത്. പക്ഷെ ഒരു രുചിയില്ല. എന്താ കാരണം? പഞ്ചസാര, മധുരം ചേർക്കാൻ മറന്നുപോയി. പഞ്ചസാര മറന്നു കഴിഞ്ഞാൽ പായസം മധുരം ഉണ്ടാവില്ല. എന്നാൽ അതല്പം മധുരം ചേർത്ത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാലോ നല്ല രുചികരായിരിക്കും, നല്ല സ്വാദിഷ്ടമായിരിക്കും പായസം കുടിക്കാൻ. പറയുന്ന കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ആവണം. ഇന്ന് പലപ്പോഴും പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നത്, നമുക്ക് സന്തോഷം ലഭിക്കാതെ പോകുന്നത്, സംതൃപ്തി ഇല്ലാതെ പോകുന്നത്. ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ വന്നത് പ്രസംഗം പഠിക്കാൻ മാത്രമല്ല, ജീവിതം പഠിക്കാനാണ്. വ്യക്തിത്വ വികസന പ്രസംഗ പരിശീലന ക്ലാസ്സാണിത്. നല്ല കൂട്ടുകെട്ടാണ് നമ്മളെയൊക്കെ വിജയിപ്പിക്കുന്നത്. നല്ല കൂട്ടുകെട്ട് ഈ ഒരു ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം നല്ല ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ. നല്ല കൂട്ടുകാരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് അത്തര വിൽപ്പനക്കാരനോടൊപ്പം സഹവസിക്കുന്ന ആളെ പോലെയാണ്. അത്ര വിൽക്കുന്ന ആളുകളുടെ കൂടെ കൂടിയാൽ നമ്മയും അത്ര മണക്കും, നല്ല സുഗന്ധം ഉണ്ടാകും. എന്നാൽ ചീത്ത കൂട്ടുകെട്ട് കൊല്ലൻ്റെ ആലയിൽ ഇരിക്കുന്നവരെ പോലെയാണ്. ഈ ഇരുമ്പൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത് പോയാൽ കാണാം, ഇങ്ങനെ തീപ്പൊരിയൊക്കെ ആകെ പാറി ഒരു ജാതി സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഒരു സ്മെല്ലും പിന്നെ ഈ തീപ്പൊരിയൊക്കെ നമ്മുടെയൊക്കെ ഡ്രസ്സിലായി കഴിഞ്ഞാൽ ആ വസ്ത്രമൊക്കെ ആകെ കരിച്ചു കളയും. ഇതുപോലെയാണ് ചീത്ത കൂട്ടുകെട്ട്. നമ്മളിവിടെ നല്ല കൂട്ടുകെട്ടാണ്. ഒരു പക്ഷം പോസിറ്റീവായി ചിന്തിക്കുന്ന നല്ല ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രസംഗ പരിശീലന വാട്സപ്പ് കൂട്ടായ്മ. ഫെബ്രുവരി 1 നമ്മൾ ആരംഭിക്കുന്നത്. ഒരു പേന, ഒരു മൈക്ക്, ഇതൊക്കെ നിങ്ങൾ വാങ്ങി റെഡിയാവുക. ഓരോ ക്ലാസ്സിലും എന്താണോ പറയുന്നത് അത് കൃത്യമായി നിങ്ങൾ പാലിക്കുക. സ്വാഗത പ്രഭാഷണം, ആശംസാ പ്രഭാഷണം, ഉദ്ഘാടനം, നന്ദി, അനുശോചനം എന്നിത്യാദി സകല പ്രസംഗങ്ങളുടെയും മാതൃക ഞാൻ ഗ്രൂപ്പിൽ വ്യക്തമായി തന്നെ പറയും. ആവശ്യാനുസരണം ഓഡിയോ ഉണ്ടാവും, ഇതുപോലെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഉണ്ടാവും. പ്രസംഗിച്ച് തന്നെ കാണിച്ചു തരും. സ്വാഗതം എങ്ങനെയാണ്, ആശംസ എങ്ങനെയാണ്, അധ്യക്ഷ പ്രസംഗം എങ്ങനെയാണ്, അതിൻ്റെ മനഃശാസ്ത്ര വശങ്ങളൊക്കെ പറയും. ശേഷം ഒരു പ്രസംഗം പ്രസംഗിച്ച് കാണിച്ചു തരും. നിങ്ങളും ഗ്രൂപ്പിൽ അതുപോലെ പ്രസംഗിക്കണം. ഗ്രൂപ്പിൽ മാത്രം പ്രസംഗിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇവിടെ വളാഞ്ചേരിയിൽ വരണം. ഗൾഫിലുള്ള ആളുകൾ നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്കൊന്നും ഇവിടെ വരിക. ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രസംഗം നമുക്കിവിടെ പ്രസംഗിച്ച് തന്നെ പഠിക്കാം. അതിൻ്റെ മുമ്പുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വാട്സപ്പിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്നോട് പലപ്പോഴും പല ആളുകളും ആവശ്യപ്പെടാറുണ്ട്, സാർ ഞങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ചുരുക്കം ചില ആളുകൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളൂ. സംസാര വൈഭവം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വോയിസ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം, ഞങ്ങളെ ഗ്രൂപ്പിൽ പങ്കുവെക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ആവശ്യപ്പെടാറുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ആവശ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം, സ്വയം മാറാൻ ആഗ്രഹിക്കണം. സ്വയം മാറാൻ ആഗ്രഹിക്കാത്ത ഒരു കൗമിനെ അള്ള പോലും മാറ്റൂല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്ന വിസ്മയം എന്ന ഈ പുസ്തകം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുർആൻ എന്ന വിസ്മയം. അപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട്, മാറാൻ താല്പര്യമില്ലാത്ത ഒരു കൗമിനെ അള്ള മാറ്റില്ല. സ്വയം മാറണം എന്ന് ആഗ്രഹിച്ച് താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്ന ആളുകളോട് പറഞ്ഞാലേ അത് ഫലവത്താവും.
ഈ അറിവ് എന്ന് പറയുന്നത് അന്ധന്റെ വടി പോലെ കണ്ട ഭാഗത്ത് മുഴുവനും കൊണ്ടുപോയി കുത്താനുള്ളതല്ല. അത് ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം നൽകാനുള്ളതാണ്. ഇവിടെ എനിക്ക് വിജയിക്കണം, എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് ആവശ്യം വാതിലിൽ മുട്ടുമ്പോൾ അനർഘ നിർഗളമായി 2 വാക്ക് 4 ആളെ മുമ്പിൽ ഇടറാതെ പതറാതെ പറയാൻ കഴിയണം എന്ന് നല്ല ആഗ്രഹമുള്ള ആളുകൾക്ക് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് സ്വീകരിക്കും, അവർക്ക് വിജയിക്കാൻ പറ്റും. അല്ലാത്തവരെ നമ്മൾ വെറുതെ നിർബന്ധിപ്പിച്ച് പ്രസംഗിക്കാൻ സംസാരിക്കാനൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി നമ്മുടെ ഊർജവും നമ്മുടെ സമയവും നമ്മുടെ പണവും ഒക്കെ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഒന്നും വെറുതെ കിട്ടൂല. അധ്വാനിക്കണം, ശ്രമിക്കണം നമ്മൾ. ഒപ്പം നമുക്ക് ആവശ്യമായ നല്ല പ്രോത്സാഹനവും അതുപോലെ തന്നെ അംഗീകാരവും സപ്പോർട്ടും വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ലഭിക്കും വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണോ നേടേണ്ടത് ആ ഒരു നേടാൻ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഈ ഗ്രൂപ്പിൽ സ്വയം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ്. പ്രസംഗ പരിശീലന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ബാച്ച് 13. 20 പേർക്ക് മാത്രമാണ് ഇതിൽ അവസരം. പുതിയ ബാച്ച് അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് ബാച്ച് 14 മാർച്ചിൽ നമ്മൾ ആരംഭിക്കും. അതിലൊരു ചെറിയ ഫീ ഒക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ഞാൻ ചിലവഴിക്കണം. പിന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും പ്രസംഗിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു അക്കാഡമിയുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വാടക, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ശമ്പളം, കറണ്ട് ബില്ല്, ഇങ്ങനെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ സമയമാണ്. സമയത്തിനാണ് വില. ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കാറുണ്ട്. എൻ്റെ യാത്രാവേളയിലും എൻ്റെ മറ്റു ഒഴിവുവേളയിലും എൻ്റെ ജോലി സമയത്തൊക്കെ ഒരുപാട് സമയം നിങ്ങൾക്കായി ഞാൻ മാറ്റിവെക്കുമ്പോൾ ആ സമയത്തിനൊരു മൂല്യം, ഒരു വില നമ്മൾ കൽപ്പിക്കണം. ആ ഒരു ഫീ ആണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഫീ 25-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും അടച്ചിരിക്കണം. പിന്നെ ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഞാൻ എന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണം. എന്നാൽ തീർച്ചയായും ഇടയ്ക്ക് ഇവിടെ വരികയും ചെയ്യാം. തീർച്ചയായും കാലക്രമേണ അതിന് കാലപരിധിയൊന്നുമില്ല. ഒരു മാസമാണ് നമ്മളെ വാട്സപ്പ് ക്ലാസ് എങ്കിലും ആ ഒരു മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് 6 മാസമോ 1 വർഷമോ എത്ര വേണമെങ്കിലും ഇവിടെ വരാം. ഈ ബ്രൈറ്റ് അക്കാഡമി വളാഞ്ചേരിയിൽ ഉള്ള കാലത്തോളം വരാം. പൂട്ടിപ്പോയാൽ പിന്നെ വരാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ രംഗത്തേക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകളിലേക്കൊക്കെ ഈ സന്ദേശം എത്തിക്കുക. ഇവിടെ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാഡമി എന്നൊരു സ്ഥാപനം ഉണ്ട് എന്നും അവിടെ പോയി പ്രസംഗിച്ച് തന്നെ പഠിക്കാമെന്നും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ നേരിട്ടും പഠിക്കാം. ഇനി വാട്സപ്പിൽ ചേരാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവിടെ നേരിട്ട് വന്ന് വ്യാഴാഴ്ചകളിൽ അങ്ങനെയും പഠിക്കാം. ഒരു ക്ലാസ്സിൽ വരുമ്പോൾ 200 രൂപ മാത്രമേ ഉള്ളൂ. പല ഭാഗത്തും ഏകദിന ശില്പശാലകൾ സംഘടിപ്പിക്കുമ്പോൾ 4000-ഉം 5000-ഒക്കെ കൊടുക്കാറുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മോട്ടിവേഷൻ ചേഞ്ച് ഈസ് ടെമ്പററി ബട്ട് ഹാബിറ്റ് ഈസ് പെർമനൻ്റ് എന്നാണ്. താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു മാറ്റം അത് താൽക്കാലികം തന്നെയാണ്. മോട്ടിവേഷൻ ചേഞ്ച് ഈസ് ടെമ്പററി. ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മാറ്റം. ഒരു ഏകദിന ശില്പശാലയിൽ ഒരാളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പലതും തോന്നും, മല മറിക്കാമെന്നൊക്കെ തോന്നും. പക്ഷെ അത് താൽക്കാലികമാണ്. ആ ഒരു നമ്മളുണ്ടാകുന്ന ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണമാണ് നമുക്കൊരു ആവേശമൊക്കെ വരിക. ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ ഹോർമോൺ അങ്ങനെ താഴുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ ബിഗ് സീറോ ആയി മാറും. എന്നാൽ നിരന്തരമായി നമ്മളൊരു കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ശീലമായി കഴിഞ്ഞാൽ അത് നമ്മിൽ സ്ഥായിയാണ്, അത് നിലനിൽക്കും. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പിന്നെ ഗ്രൂപ്പിലൊക്കെ ഡെയിലി ഓരോ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിൽ അലിയാണ്. അപ്പോൾ കാലക്രമേണ പതുക്കെ നമുക്ക് ഈ പറയാനുള്ള ഒരു കഴിവ് വർദ്ധിച്ച് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കാം. ഞാനിപ്പോൾ ഈ പറയും പോലെ യൂട്യൂബിൽ സംസാരിക്കാം. അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പൊതുവേദികൾ ഉപയോഗപ്പെടുത്താം. പല ചർച്ചകൾ നമുക്ക് പറയാൻ പറ്റും. എവിടെയും നമ്മുടേതായ രീതിയിൽ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ആദർശങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ഇടറാതെ പതറാതെ നാവ് വരളാതെ വാക്കകത്ത് കുടുങ്ങാതെ മുട്ട് പിറക്കാതെ ഉള്ളിലൊരു കാളിച്ചയില്ലാതെ നമുക്ക് പറയാൻ പറ്റും. ഇതിന് പരിശീലനം തന്നെയാണ്. നിരന്തരം പരിശീലിക്കുക. ഒപ്പം ധാരാളം വായിക്കുക, ധാരാളം കേൾക്കുക. നല്ല പ്രഭാഷകരുടെ പ്രസംഗമൊക്കെ കേൾക്കുക. കുറേ കേൾക്കണം. കേൾവി വളരെ ലിസണിങ് വളരെ പ്രധാനം. നമുക്ക് 2 ചെവിയുണ്ട്, നാവ് ഒന്നേ ഉള്ളൂ. അതിനർത്ഥം ധാരാളം നിങ്ങൾ കേൾക്കണമെന്ന്. LSRW പ്രധാനമാണ്. ലിസണിങ്
സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. കുറച്ചൊക്കെ നമ്മൾ എഴുതണം. തുടക്കക്കാർ കുറച്ചൊക്കെ പ്രസംഗം എഴുതി പഠിക്കണം. റൈറ്റിങ്ങും പ്രധാനമാണ്. അതുപോലെ വായന, പ്രഭാഷണ കലയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കണം. അപ്പോൾ റൈറ്റിംഗ് വേണം, റീഡിങ് വേണം, ലിസണിങ്, കേൾക്കുക. പ്രഭാഷകരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുക, ധാരാളം കേൾക്കുക. അവരെങ്ങനെ ആരംഭിക്കുന്നു, എങ്ങനെ വിഷയം അവതരിപ്പിക്കുന്നു, എങ്ങനെ ഉപസംഹരിക്കുന്നു, അവരുടെ കയ്യിൻ്റെ ചലനം എങ്ങനെയാണ്, ദൃഷ്ടിബന്ധം എങ്ങനെയാണ്, ടോട്ടൽ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഇതൊക്കെ ശരീരഭാഷ വളരെ പ്രധാനമാണ്. ഇതൊക്കെ നിരീക്ഷിക്കണം. അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും എഴുതിയും വായിച്ചും അതിലെല്ലാം ഉപരി ഒരുപാട് നിരീക്ഷിച്ച് സ്വയം ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒപ്പം പരിശീലനമൊക്കെ ഉണ്ടാകുമ്പോൾ കാലക്രമേണ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ശൈലിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആശംസ, എങ്ങനെയാണ് ഉദ്ഘാടനം, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. നന്ദി പറയും പോലെയല്ല സ്വാഗതം, അനുമോദന പ്രസംഗം പോലെയല്ല യാത്രയപ്പ്, അനുശോചന പ്രസംഗം പോലെയല്ല മറ്റുള്ള പ്രഭാഷണങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു മാതൃക മനസ്സിലാക്കിയെടുക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിക്കുകയും വേണം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഉള്ളിൽ അത് സേവ് ചെയ്യുക, പഠിച്ചെടുക്കുക, ഉള്ളിൽ ഉറപ്പിക്കുക. ഒരു കാര്യം മനസ്സിലാക്കി ഗ്രഹിച്ച് ഉള്ളിൽ ഉറപ്പിക്കുന്ന പരിപാടിയാണ് പഠനം. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കണം. അതിന് പരിശീലനം വേണം. ഇപ്പോൾ വാഹനം എങ്ങനെയാണ് ബൈക്ക് ഓടിക്കുക എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം ചാവി, പിന്നെ ക്ലച്ച് പിടിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ ഇടുന്നു, ഗിയറിടുന്നു, സ്റ്റാർട്ട്, ഇതൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ആ പഠിച്ച കാര്യം ചെയ്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഡ്രൈവിംഗ് ആയാലും നീന്താൻ പഠിക്കലായാലും മരം കയറാൻ പഠിക്കുക, ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ പ്രസംഗ പരിശീലന പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രസംഗ പരിശീലന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തത് കൊണ്ടോ മാത്രമായില്ല. അത് ചെയ്ത് പഠിക്കണം. പ്രസംഗം പ്രസംഗിച്ച് പഠിക്കണം. പ്രസംഗം ഉണ്ടാക്കുകയല്ല, പ്രസംഗം ഉണ്ടാകുകയാണ്. ആരും പ്രഭാഷകരായി ജനിക്കുന്നില്ല, പ്രഭാഷകരാകുകയാണ്. ശ്രമത്തിലൂടെ, നിരന്തരമായ പ്രാക്ടീസിലൂടെ. കഴിഞ്ഞ വലിയ പ്രഭാഷകരൊക്കെ അങ്ങനെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ശ്രമിച്ച്, ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ടാണ് അവരൊക്കെ നല്ല വാഗ്മികളായി മാറിയത്. നമുക്കും അതിനുള്ളൊരു മനസ്സ് വേണം. പല ആളുകളും 2 or 3 ക്ലാസ്സിന് വരും, പിന്നെ നിർത്തും. അവിടെയാണ് പരാജയം. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പതുക്കെ ചെയ്തു തുടങ്ങുക. അത് ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ശ്രമം തുടരുക. അത് മാത്രമേ ഏത് രംഗത്തും വിജയിക്കാൻ നമുക്ക് ഒരു മാർഗമുള്ളൂ. അല്ലാതെ ഒരു എളുപ്പവഴിയൊന്നുമില്ല. കുറുക്കുവഴി തീരെയില്ല. എളുപ്പവഴി കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നിരന്തരമായ ശ്രമം തന്നെയാണ് എളുപ്പവഴി. നിരന്തരം ശ്രമിക്കുക, നിരന്തരം. എവിടെയൊക്കെയാണോ അവസരം അവിടെയൊക്കെ 2 വാക്ക് പ്രസംഗിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോൾ 200 രൂപയേ ഉള്ളൂ. ഒരു സിനിമക്ക് പോകുന്ന പൈസയേ ഉള്ളൂ. ഒരു സിനിമക്ക് പോകുമ്പോൾ ടിക്കറ്റും ചായയും മറ്റു യാത്രാ കൂലിയൊക്കെ കൂടി 200, 250, 300 സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ 1000 രൂപ വരെ വരും. കമ്പനിയായി നമ്മൾ പോകും. ആ ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. 200 രൂപ വാട്സാപ്പിലൊന്നും ചേരാതെ ഇവിടെ വരുമ്പോൾ പഠിക്കാൻ. ആ ഒരു 200 രൂപ മുടക്കി ഇവിടെ വന്ന് പ്രസംഗിച്ച് പഠിക്കുക. ഇവിടേക്ക് വരുമ്പോൾ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നന്നായി വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വിഷയത്തിൽ ജ്ഞാനം വേണം. വിഷയത്തിൽ അഗാധമായ ജ്ഞാനമുള്ളവർക്കാണ് കൂടുതൽ പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇങ്ങോട്ട് വരിക. ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ഇവിടെ മൈക്കിൻ്റെ മുമ്പിൽ, ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. പിന്നെ വാക്കുകളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വ്യക്തിത്വ വികസന പ്രസംഗ പരിശീലന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊക്കെ 2 വാക്ക് 4 ആളുകളുടെ മുമ്പിൽ പറയേണ്ടതായി വരും. ആ അവസരം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. ആവശ്യം വാതിലിൽ മുട്ടുമ്പോൾ അനർഘനിർഗളമായി സംസാരിക്കാൻ ഒരു പ്രത്യേക സ്വിച്ച് നമ്മുടെ തലച്ചോറിലോ നമ്മുടെ നാവിലോ ഒന്നുമില്ല. അത് ആദ്യം ഘടിപ്പിക്കുക. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കച്ചവടക്കാരും മറ്റ് സാധാരണക്കാരായാലും ആരായാലും എല്ലാവർക്കും 2 വാക്ക് 4 ആളുടെ മുമ്പിൽ പറയേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ പ്രയാസപ്പെടാതിരിക്കാൻ, അപ്പോൾ കഷ്ടപ്പെടാതിരിക്കാൻ
ഇപ്പോഴേ ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസാണ് ഇവിടെ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാഡമിയിൽ. നിങ്ങൾ വരിക, പങ്കെടുക്കുക, വിജയിക്കുക. പ്രവാസികളായ സുഹൃത്തുക്കൾ, വളരെ ദൂരെയുള്ള ആളുകൾ, അവർ ഇവിടെ വരാൻ പറ്റൂല എപ്പോഴും, എങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരിക. ഒരു മാസത്തിലൊരു പ്രാവശ്യം, അല്ലെങ്കിൽ 2 മാസത്തിലൊരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ 6 മാസത്തിലൊരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം. ബാക്കിയൊക്കെ വാട്സപ്പിലൂടെയും പഠിക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ചെറിയ സ്മാർട്ട് ഫോൺ, ചെറിയ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പലതും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. മോഡേൺ ടെക്നോളജിയൊക്കെ നമ്മുടെ ജീവിത വിജയത്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓക്കെ, എന്നെ ശ്രമിച്ച നിങ്ങൾക്കൊക്കെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പ്രസംഗ പരിശീലന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ബാച്ച് 13 സുഹൃത്തുക്കൾ മൈക്കും പേനയും പുസ്തകമൊക്കെ വാങ്ങി റെഡിയായിരിക്കുക. 1-ാം തീയതി നമ്മുടെ ക്ലാസ് ആരംഭിക്കണം. ആരെങ്കിലുമൊക്കെ ഫീ അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഫീ അടക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഞാൻ ഫൈസൽ നെടുങ്ങോട്ട്.